ദൃഢം ഭൂതകാലം സിനിമകൾ മോഷണമെന്ന ആരോപണവുമായി മുൻ DGPയും തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലറുമായ R. ശ്രീലേഖ. മാതൃഭൂമി ആഴ്ച പതിവിൽ വർഷങ്ങൾക്ക് മുൻപ് പ്രസിദ്ധീകരിച്ച തന്റെ കഥ മോഷ്ടിച്ചതാണ് ദൃഢം സിനിമ. തന്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞ അനുഭവ കഥയുടെ മോഷണമാണ് ഭൂതകാലമെന്നും R. ശ്രീലേഖ ആരോപിക്കുന്നു. അലക്സ മുഹമ്മദ് വിവരങ്ങൾ ചേരുന്നു. അലക്സ്, കോവിഡ് ഇറങ്ങിയതാണ് ഭൂതകാലം. അത് OTT റിലീസ് മാത്രമായിരുന്നു. ഗംഭീരമായ സിനിമയായിരുന്നു, പേടിപ്പിക്കുന്ന സിനിമയായിരുന്നു. അപ്പോൾ ഇപ്പോഴാണോ R. ശ്രീലേഖ സിനിമ കാണാൻ കഴിഞ്ഞത്? ഭൂതകാലം ഒരുപക്ഷെ നേരത്തെ കണ്ടിട്ടുണ്ടാകും. പക്ഷെ അതിനെ സംബന്ധിച്ച അഭിപ്രായം ഇപ്പോൾ അവർ രേഖപ്പെടുത്തിയെന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ അവർ കണ്ടത് ദൃഢം, അതായത് പുതിയ സിനിമയാണ് ദൃഢം. ഷൈൻ നിഗം നായകനായ ഒരു പോലീസ് ത്രില്ലറാണ്. മാർട്ടിൻ ജോസഫ് സംവിധാനം ചെയ്ത സിനിമയാണ് ദൃഢം. ഈ ദൃഢം ചലച്ചിത്രം താൻ കണ്ടു. അതിനുശേഷമാണ് ഇത് മുൻപ് താൻ എഴുതിയൊരു ചെറുകഥയുടെ മോഷണമാണ് എന്ന ആരോപണം R. ശ്രീലേഖ ഉന്നയിക്കുന്നത്. ഫേസ്ബുക്കിലാണ് R. ശ്രീലേഖ തന്റെ ആരോപണം ഉന്നയിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അച്ചടിച്ചു വന്ന കരിങ്കുടി പോലീസ് സ്റ്റേഷൻ എന്ന ചെറുകഥയാണ് ഈ ദൃഢം സിനിമയുടെ മൂലകഥയെന്ന് സംശയിച്ചാൽ തെറ്റു പറയാനാകില്ല എന്നാണ് അവർ പറയുന്നത്. അത് മാത്രമല്ല, ഈ കഥ 4 വർഷം മുമ്പ് അവരുടെ യൂട്യൂബ് ചാനൽ അവർ ചെറുകഥയായി, അതായത് ശ്രവണ കഥയായി അവർ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് R. ശ്രീലേഖ വ്യക്തമാക്കുന്നുണ്ട്. ആ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് കൂടി അവർ നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ തൊട്ടു പിന്നാലെയാണ് പറയുന്നത് 3 വർഷം മുമ്പ് അതേ യൂട്യൂബ് ചാനലിൽ പറഞ്ഞൊരു അനുഭവ കഥയുടെ മോഷണമാണ് ഭൂതകാലം എന്ന പല അവാർഡുകളും നേടിയ സിനിമയെന്നാണ് R. ശ്രീലേഖയുടെ ആരോപണം. തലക്കെട്ടിലും സാമ്യമുണ്ട്. ഭൂതഭവനം എന്നായിരുന്നു ശ്രീലേഖ ആ കഥക്കിട്ട പേരെന്നാണ് അവർ പറയുന്നത്. അതിൻ്റെയും ലിങ്ക് അവർ പങ്കുവച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം കൂടി അവർ ഉന്നയിക്കുന്നത്, ഈ രണ്ട് സിനിമകളും തമ്മിലൊരു ഒരു കണക്ഷൻ ഉണ്ട്. അത് രണ്ടിലെയും നായകൻ ഷൈൻ നിഗം എന്നുള്ളതാണ്. ഷൈൻ നിഗമിനെ കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷേ ഷൈൻ നിഗമിനെ അഭിനന്ദിക്കുന്നു. പറവ സിനിമ കണ്ടത് മുതൽ എക്സാക്ട് വരികൾ ഇങ്ങനെയാണ്: ഈ രണ്ട് സിനിമകൾ തമ്മിൽ മറ്റൊരു കണക്ഷൻ ഉണ്ട്. രണ്ടിലെയും നായകൻ ഷൈൻ നിഗമാണ്. ഈ മോനെ എനിക്ക് പറവ എന്ന സിനിമ കണ്ടപ്പോൾ മുതൽ ഇഷ്ടവുമാണ്. കാരണം എന്നോടൊപ്പം ജോലി ചെയ്തിരുന്ന, ഞാനൊരു കുഞ്ഞു സഹോദരനെ കണ്ടിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പോലെ തന്നെയാണ് ഈ താരവും കാണാൻ. പ്രത്യേകിച്ച് ദൃഢം എന്ന സിനിമയിൽ പോലീസ് വേഷത്തിൽ. എനിക്ക് വീട്ടിലെ കോശ്ശേരി മാവിൻ്റെ തൈയും ഇടയ്ക്കിടെ ശുദ്ധമായ തേനും നെയ്യും ഒക്കെ സമ്മാനിച്ചിരുന്ന മുഹമ്മദ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ആ കക്ഷി എന്ന് പറയുകയാണ്. അപ്പോൾ അലക്സ്, R. ശ്രീലേഖ പറയുന്നത് മേക്ക് സെൻസ് എന്ന് പറയാമോ? അങ്ങനെയാണെങ്കിൽ ഈ സിനിമയുടെ അണിയറക്കാർ മറുപടി പറയണം. കാര്യമുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ. കാരണം വർഷങ്ങൾക്ക് മുമ്പ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ച ചെറുകഥ എന്ന് പറയുന്നു. ആ ചെറുകഥയുടെ പ്രസിദ്ധീകരിച്ച വെർഷൻ അവർ നൽകിയിട്ടില്ല. പക്ഷേ 4 വർഷം മുമ്പ് ഇത് ശ്രവണ കഥയായി അവർ അവരുടെ യൂട്യൂബ് ചാനൽ അവതരിപ്പിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് എന്നാണ് പറയുന്നത്. അതിൻ്റെ ലിങ്കാണ് നൽകിയിട്ടുള്ളത്. ആ ലിങ്ക് നമ്മൾ പരിശോധിച്ച് 4 വർഷം മുമ്പ് അപ്ലോഡ് ചെയ്ത ചെറുകഥയാണ്. അതിൻ്റെ ഇതിവൃത്തം ഇതുമായി, അതിൻ്റെ മൂലകഥ ഇതുമായി ബന്ധപ്പെട്ട് ദൃഢം സിനിമയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. എങ്കിലും സ്വാഭാവികമായി സിനിമയുടെ അണിയറ പ്രവർത്തകർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും. പക്ഷേ നിലവിൽ R. ശ്രീലേഖ അതുമായി ബന്ധപ്പെട്ട പരാതിയൊന്നും എവിടേക്ക് മൂവ് ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അവർ തനിക്ക് പറയാനുള്ള കാര്യം അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഫേസ്ബുക്കിൽ അവർ കുറിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവർ പരാതിയായി പോയാൽ സ്വാഭാവികമായാണ് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട് മറുപടി നൽകേണ്ടി വരും. അശ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.